ഹലോ. കൊച്ചു കുഞ്ഞുങ്ങളെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അവരുടെ കളിയും ചിരിയും കരച്ചിലും കുസൃതിയൊക്കെ കാണാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ അവർ കരയുമ്പോൾ അവർ വേഗത്തിൽ നമുക്ക് ഡിസ്ട്രാക്ട് ചെയ്യാനും പറ്റും. വേഗത്തിൽ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് ശിശുക്കളുടെ ലക്ഷണമാണ്. ബൈബിളിലും ശിശുക്കളെ പറ്റി പറയുന്നുണ്ട്. അത് പറയുന്നത് കർത്താവിൽ വിശ്വസിച്ചിരിക്കുന്ന ആത്മാവിൽ വളർച്ചയില്ലാത്തവരെയാണ് ശിശുക്കളെന്ന് ബൈബിൾ അഭിസംബോധന ചെയ്യുന്നത്. എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുകയാണ്: നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴിലുന്ന ശിശുക്കളാകരുത്. ശിശുക്കൾ വേഗത്തിൽ ഡിസ്ട്രാക്റ്റ് ആകുകയും കൺഫ്യൂസ്ഡ് ആകുകയും ചെയ്യും. ഓരോ ഉപദേശങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും ഇതാണ് ശരി, അതാണ് ശരിയെന്ന് പറഞ്ഞ് നമ്മൾ കൺഫ്യൂസ്ഡ് ആകാൻ സാധ്യതയുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വളർച്ചയുണ്ട്. നാം വളർന്നുകൊണ്ടിരിക്കണം. നാം ഏതുവരെ വളരണം? ക്രിസ്തു എന്ന തലയോളം സകലത്തിലും നാം വളരണം. ക്രിസ്തുവിനെ പോലെ ആകുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. കാരണം പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ളവരെ ഈ കാലഘട്ടത്തിൽ അന്വേഷിക്കുകയാണ്. യേശു പിതാവായ ദൈവത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയതുപോലെ ഈ കാലഘട്ടത്തിൽ, ഈ അന്ത്യകാലഘട്ടത്തിൽ യേശുവിനെ വെളിപ്പെടുത്തുന്ന ഒരു തലമുറ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുകയാണ്. വചനം പറയുന്നു: കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരേണ്ടത് ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രയും നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. വർഷങ്ങളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നാം ഉപദേഷ്ടാക്കന്മാരാകേണ്ട സമയം കഴിഞ്ഞു. ദൈവം നോക്കുന്നത് നാം എത്ര നാൾ കർത്താവിൽ വിശ്വസിച്ചു എന്നുള്ളതല്ല, നമ്മുടെ ആത്മാവിന്റെ വളർച്ചയെയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ കൊരിന്ത്യരോട് പൗലോസ് ഇങ്ങനെ പറയുകയാണ്: ഞാൻ നിങ്ങളോട് ആത്മീകരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. ശിശുവായിരിക്കുന്ന വ്യക്തിയെ പൗലോസ് വിളിച്ച മറ്റൊരു പേരാണ് ജഡീകൻ. അവൻ വിശ്വാസിയാണ്, ആത്മാവിനെ പ്രാപിച്ചവനാണ്, എന്നാൽ ആത്മാവിനനുസരിച്ച് നടക്കുന്നവനല്ല. കാരണം ഇപ്പോഴും ഈർഷ്യയും പിണക്കവും എല്ലാം നിങ്ങളിൽ ഇരിക്കെ നിങ്ങൾ കേവലം ജഡികന്മാരും ശിശുക്കളുമാണെന്ന്, കേവലം മനുഷ്യരെ പോലെ നടക്കുന്നവരാണെന്ന് പൗലോസ് കൊരിന്ത്യരോട് പറയുകയാണ്. അസൂയയും കുശുമ്പും പകയും വൈരാഗ്യവും ഒക്കെ ഇപ്പോഴും ഉണ്ടെങ്കിൽ നാം ശിശുക്കളാണെന്ന് മറന്നു പോകരുത്. കാരണം അവിടെ നിന്ന് ക്രിസ്തുവിനെ പോലെ ആകുവാനായിട്ട് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. നാം ക്രിസ്തുവിനെ പോലെ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കേണ്ട, ജീവിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ മുരടിച്ചു പോയ അവസ്ഥകളെല്ലാം ഇന്ന് മാറുകയാണ്. മുരടിപ്പ് മാറി വീണ്ടും വളർച്ചയിലേക്ക്, ആത്മാവിന്റെ വളർച്ചയിലേക്ക്, അതിനൊരു ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിനോടൊന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനോടൊന്ന് പറഞ്ഞാൽ, സഹായകനോടൊന്ന് പറഞ്ഞാൽ, അവൻ നിങ്ങളെ വീണ്ടും ശക്തീകരിച്ച് ആത്മാവിൽ ബലപ്പെടുത്തി വളർത്തി ക്രിസ്തു എന്ന തലയോളം സകലത്തിനും വളർച്ചയുള്ളവരാക്കി മാറ്റും. അനേകരെ വളർത്തുന്നവരാക്കി മാറ്റും. നിങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ.